തേക്കടിയിലേക്ക് ഇനി നിങ്ങൾ പോകുമ്പോൾ ഈ ഒരു കാര്യം കൂടെ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കൂ. രാവിലെ നേരത്തെ കാടിന്റെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഒരു മോർണിംഗ് വാക്ക്. ഇതിന് വേണ്ടത് 45 രൂപയുടെ ഒരു എൻട്രി ടിക്കറ്റ് മാത്രമാണ്. പറഞ്ഞു വരുന്നത് ഇവിടുത്തെ ഹിഡൻ ആയിട്ടുള്ള സ്പോട്ടൊന്നും അല്ലാട്ടോ, വളരെ ഫേമസ് ആയിട്ടുള്ള ബോട്ടിംഗ് പോയിന്റിലേക്കുള്ള റൂട്ട് തന്നെയാണ്. പക്ഷേ കൂടുതൽ പേരും ബസ്സിലായിരിക്കും ഈ റൂട്ടിലൂടെ കടന്നുപോയിട്ടുണ്ടാവുക. ഈ വഴി നമുക്ക് നടന്നും പോകാനുള്ള പെർമിഷൻ ഉണ്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ല മഴയുള്ള സമയത്ത് ഇതിലൂടെ നടക്കുന്നതൊന്നും അത്ര സേഫ് അല്ലാട്ടോ. പെരിയാർ ടൈഗർ റിസർവിന്റെ എൻട്രി ഗേറ്റിൽ നിന്ന് 3-3.5 കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടുത്തെ പ്രശസ്തമായ ബോട്ടിംഗ് പോയിന്റിലേക്ക്. അത്രയും ദൂരം തന്നെയാണ് നമുക്ക് നടന്നും പോകാനുള്ള പെർമിഷൻ ഉള്ളത്. രാവിലത്തെ നടത്തത്തിനും സൈക്ലിങ്ങിനൊക്കെയായി ഇറങ്ങിയവരും പിന്നെ കാടിനുള്ളിലെ ലേക്കുകളിൽ നിന്ന് മീൻ പിടിക്കുന്ന ആളുകളെയൊക്കെയാണ് വഴിയിൽ കണ്ടത്. പിന്നെ ബോട്ടിങ്ങിന്റെ ടൈം ആവുമ്പോഴാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ബസ് സർവീസുകളും ഈ റൂട്ടിൽ ഉണ്ടാവുക. റോഡ് സൈഡിലായിട്ട് തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കുറെ ക്വാർട്ടേഴ്സുകൾ പോലുള്ള കെട്ടിടങ്ങളും 2-3 ടൂറിസ്റ്റ് ഹോട്ടലുകളും കണ്ടിരുന്നു. ഇത്തരം ഹോട്ടലുകളിൽ താമസിക്കുന്ന ആളുകളുടെ വാഹനങ്ങളല്ലാതെ പ്രൈവറ്റ് വാഹനങ്ങളെ ഈ റൂട്ടിൽ കടത്തിവിടില്ല. അതുകൊണ്ട് വേറെ വാഹനങ്ങളുടെ തിരക്കൊന്നും ഇല്ലാതെ രാവിലെ സുഖമായിട്ട് ഈ വഴി നടക്കാനും പറ്റും. ഞങ്ങൾ സത്യത്തിൽ അനിമൽ സൈറ്റിങ്സ് ഒന്നും പ്രതീക്ഷിച്ചായിരുന്നില്ല ഈ നടത്തത്തിന് ഇറങ്ങിയത്. ചുമ്മാ കാടിന്റെ തണുപ്പൊക്കെ കൊണ്ട് അവിടുത്തെ ശബ്ദമൊക്കെ കേട്ട് നടക്കാമെന്ന് വിചാരിച്ചാണ് പോയതെങ്കിലും അപ്രതീക്ഷിതമായിട്ട് നീൽഗിരി ലങ്കൂറിനെയും മലയണ്ണാനെയും പിന്നെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് കിളികളെയൊക്കെ കാണാൻ പറ്റി. ഈ കാഴ്ച നോക്കി നിൽക്കുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അബദ്ധത്തിലെങ്ങാനും ആ ഇലക്ട്രിക് ലൈനിലേക്ക് ഈ മലയണ്ണാൻ ചാടുക എന്നുള്ളൊരു പേടി. ആളനക്കമുള്ള വഴിയൊക്കെ ആണെങ്കിലും ചില ഏരിയകളിൽ എത്തുമ്പോൾ കാടിന്റെ ആ ഒരു ഭീകരത നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ എലിഫന്റ് ക്രോസിംഗ് ഏരിയ എന്നൊക്കെ പലയിടത്തും സൈൻ ബോർഡുകളും കണ്ടിരുന്നു. ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ടത് കാടിന്റെ ആ ഒരു റിലാക്സിംഗ് ആയിട്ടുള്ള സൗണ്ട് തന്നെയാണ്. പുറത്ത് എത്ര കഠിനമായിട്ടുള്ള വേനലാണെങ്കിലും കാടിനകത്ത് ഒരു AC ക്ലൈമറ്റ് തന്നെയായിരുന്നു. നടന്ന് കാടിന്റെ ചില ഏരിയകളിലൊക്കെ എത്തുമ്പോൾ ഭയങ്കര ഭംഗിയുള്ള ഫ്രെയിമുകളാണ് അവിടെ നിന്ന് കിട്ടിയത്. പ്ലാസ്റ്റിക് വേസ്റ്റ് വലിച്ചെറിയാത്ത റോഡ് അരികുകൾ കാണുമ്പോൾ മറ്റൊരു സമാധാനം. നല്ല ആനിമൽ ഡൈവേഴ്സിറ്റി ഉള്ളതുകൊണ്ട് തന്നെ വൈൽഡ് ലൈഫൊക്കെ ആസ്വദിക്കാൻ കേരളത്തിലെ ഒരു പെർഫെക്റ്റ് സ്പോട്ട് തന്നെയാണ് ഈ പെരിയാർ ടൈഗർ റിസർവ്. ഈ കാണുന്നതാണ് ഇവിടെ സർവീസ് നടത്തുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ബസ്. പിന്നെ ഞങ്ങൾ നടന്ന് ബോട്ടിംഗ് പോയിന്റ് എത്താറാകുമ്പോഴേക്കും ഒരു ഇലക്ട്രിക് ബഗ്ഗിയിലെ ചേട്ടൻ വന്ന് ലിഫ്റ്റ് വേണമെന്ന് ചോദിച്ചു. നടന്ന് കുറച്ച് ക്ഷീണമായതുകൊണ്ട് തന്നെ ഞങ്ങൾ വേറൊന്നും ആലോചിച്ചില്ല, അതിൽ കയറി. 45 രൂപയ്ക്ക് ഒരു നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഈ കാട്ടിലൂടെയുള്ള നടത്തം. അപ്പോൾ മറ്റൊരു ട്രാവൽ സ്റ്റോറിയായി നമുക്ക് വീണ്ടും കാണാം.